ഇന്ന് എൻ്റെ തേർഡ് ബേബിയുടെ 14th ഡേ സെലിബ്രേഷൻ ആയിരുന്നേ. കുഞ്ഞിൻ്റെ മുടി കളയാനുള്ള ആളൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ മൊട്ടത്തറയിൽ മുത്തം വയ്ക്കുന്നവനാട്ടോ കുഞ്ഞിൻ്റെ കൊച്ചിക്ക. അനിയൻ്റെ ഫംഗ്ഷന് കാക്കന്മാരുടെ സുന്ദരനായിരിക്കണ്ടേ, അതുകൊണ്ട് അവരെയും കൊണ്ട് ഹെയർ കട്ട് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. റമദാൻ ആയതുകൊണ്ട് തന്നെ വൈകിട്ടായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. വീട്ടിലെത്തിയപ്പോൾ മക്കൾക്ക് പുഡിങ് വേണം. അങ്ങനെ വിചാരിച്ചൊരു പുഡിങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഇതിനെ സിമ്പിളായിട്ട് എപ്പോഴും ഉണ്ടാക്കാനുള്ള ഒരു പുഡിങ് കേട്ടോ. ഒരു പണിയുമില്ല. കുറച്ച് വെള്ളത്തിൽ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു കവർ പാലിൽ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് ഞാൻ ഈ റോസ് മിൽക്കിന്റെ എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തും കൂടി അരിച്ചൊഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതെനിക്ക് ഇന്ന് ഫംഗ്ഷൻ ഉള്ള ഡ്രസ്സാണ് കേട്ടോ. ഇന്ന് തന്നെ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റോസ് മിൽക്കിന്റെ പുഡിംഗ് കൂടെ കറക്റ്റായിട്ട് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരുന്നു. നമ്മുടെ ബീഫ് കറി ആണ് കേട്ടോ അടുപ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് കട്ടയിലും ജ്യൂസ് ഉണ്ടാക്കലും സ്നാക്സ് ഉണ്ടാക്കലും ഒക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നേ. എനിക്കില്ലാതിന് വീഡിയോ ഒന്നും കവർ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ബാങ്ക് കൊടുക്കുന്ന ടൈം ആവാറായപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു. നൂലെട്ട് ഫംഗ്ഷനും കഴിഞ്ഞു. ഇന്നത്തെ ഡേയും കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഇവിടെ കാണുന്നത് വരെ